നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അവന്റെ പുറകെ അധികം നടക്കണ്ടെന്ന് ഏട്ടനെ ഉപദേശിച്ചു. കണ്ടാലും കാണാത്ത പോലെ പോണോത്ര. അതെന്താ? സ്വഭാവം അത്ര ശരിയല്ലെന്ന്. ഇപ്പോഴാ ഏട്ടൻ ഇതൊക്കെ എന്നോട് പറയുന്നത്. കയ്യിലില്ലാത്ത ദുശീലങ്ങളൊന്നും ഇല്ലെന്നാ ഏട്ടന്റെ അഭിപ്രായം. അതുകൊണ്ട് അയാളെ വിട്ടുകളയുന്നതാ ബുദ്ധി. എന്താ ആലോചിക്കുന്നത്? അല്ല, ഒരിക്കല് ഈ വക്കീലിന്റെ കോട്ടൊക്കെ ഇട്ടിട്ട് അയാളെ ഞാൻ കണ്ടിരുന്നു. എവിടെ വെച്ച്? അത് കോടതിയിൽ വെച്ചോ? അതാള് മാറിയതാവും. എക്സാം പാസ്സാവാത്ത ആളെങ്ങനെയാ വക്കീലാവുന്ന? അതാ ഞാനും ആലോചിക്കുന്നത്. ഇനി വേറെന്തെങ്കിലും തരികിട ഒപ്പിച്ചിട്ടുണ്ടോന്ന് അറിയില്ല കേട്ടോ. ഓ, എന്തും ചെയ്യാൻ മടിയില്ലാത്ത കക്ഷിയാണെന്ന് ഏട്ടൻ പറയുന്നത്. കാശിനു വേണ്ടി ആരെ വേണേലും പറ്റിക്കും. ഭാഗ്യം എന്നോടൊന്നും ഇതുവരെ കടം ചോദിച്ചിട്ടില്ല. അല്ല, ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഞാനിന്ന് ഹാഫ് ഡേ ലീവാ. എന്തുപറ്റി? ഒരു ചെറിയ തലവേദന. എന്തായാലും താങ്ക്സ്. വലിയൊരു അപകടത്തിൽ നിന്നാ പ്രിയ എന്നെ രക്ഷിച്ചത്. എന്നാ ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി. എന്താ ദേവികെ? സിദ്ധു ഇപ്പൊ എവിടെയുണ്ട്? ഞാൻ ഓഫീസിലുണ്ട്. എന്താ? എനിക്ക് അത്യാവശ്യമായിട്ട് സിദ്ധുവിനൊന്ന് കാണണല്ലോ. എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വിഷ്ണുവിനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്താ അത്? നമുക്ക് അനുകൂലമാണോ അതോ? അനുകൂലമാണ്. എനിക്ക് പറ, കേൾക്കാൻ എനിക്ക് തിരക്കായി. നേരിട്ട് പറയാം, അതാ നല്ലത്. അത്ര ഷോക്കിംഗ് ആണോ? അതെ. എന്നാ ദേവിക വേഗം ഓഫീസിലേക്ക് വാ, ഞാൻ ഇവിടെ തന്നെ കാണും. ശരി. എങ്ങോട്ടായി കയറി വരുന്നേ? എനിക്ക് മാഷേട്ടനെ ഒന്ന് കാണണം. എന്തിനാ? കള്ള കേസി കുടുക്കി ഇനിയും ചതിക്കാനാണോ? എടി, ഒരു അനിയത്തിയുടെ സ്ഥാനത്തല്ലേ നിന്നെ ഞാൻ കണ്ടത്. എന്നിട്ട് പകരം നീ ചെയ്തതോ? ഭാഗ്യം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം ആ മയക്കുമരുന്ന് കേസിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടത്. ഞങ്ങളെ ചതിക്കാൻ കൂട്ടുനിന്ന് നീയുമായിട്ട് ഇനി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. ദയവ് ചെയ്ത് അങ്ങനെയൊന്നും പറയരുത്. പിന്നെ എങ്ങനെ പറയണം? ചെയ്ത കൂട്ടുകാരന്റെ ഗൗരവം എന്താന്ന് അറിയോ നിനക്ക്? വേണ്ട, നീ ഇനി ഒരു ന്യായീകരണം പറയണ്ട. വൃത്തികേടാ നീ കാണിച്ചത്. അതിന് നിനക്ക് മാപ്പില്ല. മാഷേട്ടൻ കാണണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്കൊന്ന് സംസാരിക്കാനായിരുന്നു. വേണ്ട, വേഗം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ്ക്കോ, ഇല്ലെങ്കിൽ ഓടിച്ചിറക്ക ഞാൻ. ഒരു തെറ്റുപറ്റി, അതിനെനിക്ക് മാപ്പ് തരണം. നിനക്ക് മാപ്പോ? നിന്നോട് ക്ഷമിച്ച ദൈവങ്ങൾ പോലും ഞങ്ങളോട് പൊറുക്കില്ല. നിന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും കൂട്ടു നിന്നവളാ ഞാൻ. നീ ശരവണൻ എന്ന അപകടത്തിലേക്ക് പോയപ്പോ രക്ഷിച്ചവള്. അതുപോലെ ഓർത്തില്ലല്ലോ നീ. അത് ഞാൻ കാശ്. ഓ, കാശ് കിട്ടിയ നീ എന്തും ചെയ്യുമല്ലേ? കാണട്ടെ എനിക്ക് നിന്റെ മുഖം. പൊയ്ക്കോ അവിടുന്ന്. പോകാൻ
അപ്പച്ചേ പറഞ്ഞു കേട്ടില്ലേ? പോവാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ അകത്തുനിന്ന് ചൂലെടുത്തോണ്ട് വരും. പറഞ്ഞേക്കാം. ഓ, കരയാനൊക്കെ അറിയോ നിനക്ക്? അതോ ഇതും കള്ളക്കരച്ചിലാണോ? ഇങ്ങനെ കരഞ്ഞു കാണിച്ചാലൊന്നും ഞങ്ങളുടെ മനസ്സ് മാറാൻ പോകുന്നില്ലടി. ആ പ്രതീക്ഷ നിനക്ക് വേണ്ട. സമയം കളയാതെ പോവാൻ നോക്ക്. പോകാൻ. അത്രയൊക്കെ കടുപ്പിച്ച് പറയണ്ടായിരുന്നു അല്ലേ? അതെന്താ അപ്പച്ചിക്ക് അങ്ങനെ തോന്നാൻ കാരണം? ശരിക്കും പശ്ചാത്താപം ഉണ്ടെങ്കിൽ അവൾക്ക് പശ്ചാത്താപം ഉണ്ടെങ്കിലേ അത് അവളുടെ കൈ വെച്ചാ മതി. ശരവണന്റെ കയ്യിൽ നിന്ന് എന്ത് പാടുപെട്ടിട്ടാ അവളെ രക്ഷിച്ചെന്ന് എനിക്കും അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. ജീവിതകാലം മുഴുവൻ ഞങ്ങളോട് കടപ്പെട്ടിരിക്കാൻ ആ ഒരൊറ്റ കാരണം മാത്രം മതി. എന്നിട്ട് അവളത് ചെയ്തോ? 10 രൂപ കിട്ടുമെന്നറിഞ്ഞപ്പോ അവൾ അതൊക്കെ മറന്നു. അങ്ങനെയുള്ളവളെ എങ്ങനെ വിശ്വസിക്കും? അവളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. അതുകൊണ്ടല്ല, അവള് കരഞ്ഞത് കണ്ടോ? ഇപ്പോഴാ ഞാൻ അതിന്റെ ആ അപകടം ആലോചിച്ചത്. അപകടോ? അതെ, ഈ വിഷമത്തില് അവള് വല്ല കടുങ്കൈ കാണിച്ചാലോ? അവൾ അങ്ങനെ ചെയ്യൂ? എന്തുകൊണ്ട് ചെയ്തോടാ? പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോഴല്ലേ മനുഷ്യൻ ഓരോന്ന് ചെയ്തു കൂട്ടുക. അവൾക്ക് നല്ല കുറ്റബോധമുണ്ട്, അതുകൊണ്ടാ കരഞ്ഞത്. പേടിപ്പിക്കല്ലേ അപ്പച്ചി? അതല്ല മോളെ, അവൾ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴാ ഞാൻ അതേക്കുറിച്ച് ആലോചിച്ചത്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ഫോണിൽ വിളിക്ക്, ഇങ്ങോട്ട് വരാൻ പറ. നല്ലോണം സമാധാനിപ്പിച്ച് വിടാം നമുക്ക്. വിളിക്ക്, വിളിക്ക്. എടുക്കുന്നില്ല. അപ്പച്ചി, ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് പോയി നോക്കാം. അവൾ അധിക ദൂരം ഒന്നും പോയി കാണാൻ വഴിയില്ല. കണ്ടുപിടിക്കാം, എന്നിട്ട് കൂട്ടിക്കൊണ്ട് വരാം. എങ്കി വേഗം ചെല്ലുമോളെ, വൈകിയാ കുഴപ്പാ. ചെല്ല്. ശരി. നിന്നെ നീ എങ്ങോട്ടാ പോകുന്നു? ഞാൻ പൊന്നുമണിയെ കാണാൻ പോവാ. എന്ത് കാര്യത്തിന്? അതൊക്കെ ഞാൻ അവളോട് പറഞ്ഞോളാം. ഇപ്പൊ സംസാരിച്ചു നിൽക്കാൻ നേരമില്ല. ഇതാ നിങ്ങളുടെ കുഴപ്പം. ഒരു കാര്യത്തിനും സ്ഥിരതയില്ല. വെറുതെ അല്ലേ എല്ലാവരും നിന്നെ പറ്റിക്കുന്നത്. നീ വേഗം ചെല്ലുമോളെ, ഏട്ടൻ അങ്ങനെ പലതും പറയും. ചെല്ല്, ചെല്ല്. ആ പെണ്ണ് വല്ല അബദ്ധം കാണിച്ചാ കുടുങ്ങുന്നത് നമ്മളായിരിക്കും. അത് ഒഴിവാക്കാൻ അവള്